ഇനിയൊരു പണി ചെയ്യാം. എനിക്ക് ഇത്തരം കാണണ്ടേ, ഇത്തരം അവരുടെ ഫാമിലിയിലേക്ക് ഒന്ന് കാണണ്ടേ. പറയുമ്പോൾ നമ്മൾ വന്നിട്ട് അത് കണ്ടില്ല. അതെ, ഫാമിലി ഒരുപാട് പേരുണ്ട്. മറ്റേ പ്രായി പോകരുത്, ഇത്ര വലിയ സമ്മേളനത്തിനാണോ എന്ന് ചോദിച്ചേക്കരുത് കേട്ടോ. നമുക്ക് ഇത് ഇളയ മോനാ. ഞാൻ ഒറ്റ പ്രാവശ്യം കണ്ടിരുന്നു. പിന്നെ ആക്സിഡന്റ് ഉണ്ടായി തന്നെ. ഒരു വിളി അളിയാൻ വിളി ആദ്യം, പിന്നെ എല്ലാവരും വിളിച്ചോട്. മച്ചാനൊന്ന് പരിചയപ്പെട്ട എല്ലാവരും. ഇത് ഇളയ മരുമാനാണ്, മൂത്ത ആള് ദുബായിലാണ്. ദില്ല് 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 ഇരിക്കുക. ഏതായാലും ഞങ്ങള് ദില്ല കൈരളി ചാനലിന്റെ കൂടെ ഇങ്ങോട്ട് പോകുന്നതാണ് പരിചയപ്പെടാൻ. ഇന്നലെ വിളി എല്ലാവരും വിളി. ഉമ്മിച്ചിനെ വിളിക്കും, അറിയോ മോള്? ദിലുവാ വരി. ഇത് മൂത്ത മകള്, അവരെ മക്കള്, അത് ഇളയ മകള്, ഇതവളമ്മ, ഇത് മകന്റെ മകന്. ഇങ്ങോട്ട് വാ. അപ്പൊ ഇത്ര ഉമ്മ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലേ? ഉമ്മ ഉണ്ട്, ഉമ്മന്റെ അമ്മയൊക്കെ ഉണ്ട്, ഓരോ കാലത്താണ്. ഉമ്മയുടെ ഉമ്മയുണ്ട്. അപ്പൊ ദൈവം സഹായിച്ചിട്ട് കുറെ അഞ്ച് തലമുറ കാണാനുള്ള ഭാഗ്യം ഉമ്മിച്ചിക്ക് ഉണ്ടായി. ഓ, അതിന് ഏറ്റവും വലിയ മഹാഭാഗ്യം. ഏതായാലും കുടുംബത്തിനെ പരിചയപ്പെടാൻ കഴിയുന്നത് വളരെ സന്തോഷമുണ്ട്. നമുക്ക് മാത്രമല്ല കൈരളി ചാനലിന്റെ പ്രേക്ഷകർക്കും കാണാനായിട്ടുള്ളൊരു ഭാഗ്യം ഉണ്ടായി. ഈ എല്ലാ ചെറിയ തലമുറ തുടങ്ങി വലിയ തലമുറ വരെ ഉമ്മിച്ച് കിടപ്പാടില്ലേ? കിടപ്പല്ല, നടക്കൂടാ. ഓ, നിസ്കരിക്കാൻ. അപ്പോൾ ഏതായാലും ഞാൻ കോഴിക്കോട് വന്ന് മാമുക്കായിട്ട് ഇത്ര കുറേ കാര്യങ്ങൾ എനിക്കറിയാൻ സാധിച്ചു. മാമുക്കയുടെ പഴയ കലാകാരന്മാരുടെ വിങ്ങിനെ കുറിച്ച്. ഇനി എനിക്ക് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം കല്ലാഴി പുഴ ഒന്ന് കാണുക എന്നുള്ളതാണ്. കാലം വരെ കല്ലായി പുഴ കണ്ടില്ലേ? ഇതേവരെ കണ്ടിട്ടില്ല. കല്ലായി പുഴ കണ്ടില്ലേ? പാട്ടിലൂടെ മാത്രമേ കേട്ടിട്ടുള്ളൂ. കല്ലാഴി പുഴയൊരു മണവാട്ടി, കടലിൻ്റെ പുന്നാര മണവാട്ടി, കല്യാണം കഴിഞ്ഞിട്ടും താരാരാരാര പാവാട മാറ്റാത്ത പെൺകുട്ടി. എന്ത് മനോഹരമായിട്ടാണ് കവി എഴുതിയേക്കണം കല്ലാഴി പുഴനെ കുറിച്ച്. ഏതായാലും ഞാൻ മാമുക്കയും കൂട്ടിയിട്ട് നേരെ ഒന്ന് കല്ലാഴി പുഴ ഒന്ന് കാണാൻ പോകുന്നത്. അത് മാത്രമല്ല മാമുക്ക ജീവിച്ച ആ സാഹചര്യവും ആ സിറ്റുവേഷനും ഒന്ന് കണ്ടാക്കൊള്ളാമെന്നൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇത് ഞാൻ ആദ്യം അഭിനയിച്ചെന്ന് പറഞ്ഞില്ലേ, ദൂരെ ദൂരെ ഒരു കൂട് കൂട്ടാം, അതിന്റെ സ്റ്റില്ല. ഇത് ഉദ്ദേശം എത്ര കൊല്ലം മുമ്പാണത് അതിന്റെ ഷൂട്ടിംഗ് നടന്നത്? ഇത് 86. പിന്നെ വേറൊരു കാര്യം ചോദിക്കാം, നേരത്തെ വിട്ടുപോയതാണ്. മാമുക്കൊക്കെ ഈ തുടക്ക കാലഘട്ടം ഉണ്ടല്ലോ, തുടക്ക കാലഘട്ടത്തിൽ അന്ന് ഞങ്ങളൊക്കെ പ്രേക്ഷകരായിരിക്കുമ്പോൾ എൻ്റെ എല്ലാം മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു ക്യാരക്ടർ എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ്. ഇവിടെ റാംജി റാവു സ്പീക്കിങ്ങിലെ ആ പൈസ ചോദിച്ച് കിടക്കുന്ന ക്യാരക്ടർ സായികുമാറിനെ ശരിക്കും അത് ഒരു നല്ലൊരു ആത്മസംതൃപ്തി തോന്നിയില്ലേ? ഓ, പിന്നെ നല്ല പടമായിരുന്നു, നല്ല ക്യാരക്ടറായിരുന്നു, നല്ല ഡയലോഗും കാര്യങ്ങളൊക്കെ നല്ല സീരിയസ് ആയിട്ടും കോമഡി ആയിട്ടും ഒക്കെ അതിൽ തന്നെ കോമഡി ആയിട്ട് വന്നിട്ട് ജനത്തിൻ്റെ മനസ്സിൽ നല്ലൊരു ഡെപ്ത് ഉണ്ടാക്കുന്ന സംഭവമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പെരുമഴക്കാലം. പെരുമഴക്കാലം പിന്നെ ക്യാരക്ടർ ത്രൂ അത് തന്നെ ക്യാരക്ടർ ആണല്ലേ. തമാശക്ക് തമാശയില്ല, ഒന്നും ലെവലേശം ഇതിലില്ല. അതെ, അതിൻ്റെ സബ്ജക്റ്റേ അങ്ങനെയാണത്. അപ്പോൾ ശ്രദ്ധിച്ചാൽ ഒരു നാഷണൽ അവാർഡിന് വരെയുള്ള സ്കോപ്പ് ഉണ്ട്. ഇനിയും മാമുക്കയെ തേടി വരാൻ കിടക്കുന്നുള്ളൂ. പടം അഭിനയിച്ച് റിലീസായി, ഇനി എങ്ങനെ ശ്രദ്ധിക്കില്ല അത് കിട്ടാൻ? അല്ല, ഇനി അതേപോലത്തെ ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. പക്ഷെ അത് കണ്ട സർവ്വ ജനങ്ങളും നമ്മളോട് താല്പര്യമുള്ള എല്ലാ ആളുകളും അത് കണ്ടിട്ട് ഒട്ടുമിക്ക ചാനലുകളും പത്രങ്ങളും ആളുകളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് തന്നെ വലിയൊരു ഇൻ്റർനാഷണൽ അവാർഡ് കിട്ടിയൊരു സംതൃപ്തിയിലാണ് ഞാനിപ്പോൾ. പിന്നൊരു കാര്യം ചോദിക്കട്ടെ, എൻ്റെ വീട്ടിലുണ്ട്, പക്ഷെ ഇത്ര മെമൻറ്റോ ഇല്ലാന്നുള്ളൂ. ഈ മെമൻറ്റോ ഒക്കെ കാണുമ്പോൾ ഒരു മാനസിക സംതൃപ്തി തോന്നുന്നില്ല? അതെ, ആ കാലവും ആ പടങ്ങളും അതിൻ്റെ
നമുക്ക് നമ്മളെ വർക്ക് ചെയ്ത സൗഹൃദവും ബുദ്ധിമുട്ടും എല്ലാം ഉറക്കൊഴിച്ചിൽ യാത്ര ഈ ഓരോ പടത്തിനും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുണ്ടാകും. പക്ഷെ അത് ഓടി പടം സക്സസ് ആയി പിന്നെ അത് വരുമ്പം ആ ബുദ്ധിമുട്ടൊക്കെ പിന്നീട് മറന്നു പോകും, സന്തോഷമായിട്ട് മാറുള്ളത്.